എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അതായത് ഇന്ന് രാത്രിയോടെയോ അതല്ലെങ്കിൽ നാളെ രാവിലെയോടെ ആയിരിക്കും വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ജൂലൈ 25-ാം തീയതി മുതൽ ജൂലൈ 28-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ 25-ാം തീയതി രാവിലെ 10 മണി മുതൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ന് രാത്രിയോടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് വേറെ ഏതെങ്കിലും സ്കൂളുകളിലൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് സമയം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ്, അതായത് 25-ാം തീയതി മുതൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയോടെ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് മാറ്റം കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നാളെ തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ മെറിറ്റോർ സ്പോർട്സ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതായത് ആരൊക്കെയാണോ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചത് ആ ഒരു വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ലോഗിൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല എന്നിവ കൊടുക്കാനായിട്ടുള്ള ഭാഗമുണ്ടാകും. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ജില്ല, അതുപോലെ തന്നെ പാസ്വേഡ്, അതായത് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല, നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ, അതായത് ഏത് ജില്ലയാണോ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളതും കാണാൻ പറ്റും. ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച കളറിലായിരിക്കും സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ഏകദേശം ഒരു നീല കളറിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുവപ്പ് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുന്നതല്ല എന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ ട്രാൻസ്ഫറിൻ്റെ ട്രാൻസ്ഫർ റിസൾട്ടിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സ്പോട്ട് അഡ്മിഷൻ ആയിട്ടുള്ള അപേക്ഷ ഇന്ന ദിവസം ആരംഭിക്കും, അതായത് ജൂലൈ 29-ാം തീയതി ആരംഭിക്കും എന്നുള്ള രീതിയിൽ ഒരു സൂചന അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രമാണ്. നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അവിടെ ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് കാണാൻ പറ്റും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ അത് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ റിസൾട്ട് എന്നുള്ള രീതിയിലായിരിക്കും പേരുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എന്ത് പേരായിരുന്നാലും നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നാണ് കാണാൻ പറ്റുക. ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതായത് ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടുന്നതാണ്. അതായത് സാധാരണ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ ലഭിച്ച ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഉണ്ടാകും. അതേപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ എന്നൊരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസിന് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ആ ഒരു സെയിം സ്കൂളിൽ തന്നെ ഞാൻ ബയോളജി സയൻസിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ കൊമേഴ്സിലേക്കോ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ബയോളജി സയൻസിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സെയിം സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ ഇന്ന് രാത്രിയോടെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതി. ഇപ്പോൾ ഹ്യൂമാനിറ്റീസിൽ നിന്ന് ബയോളജി സയൻസിലേക്കാണ് ഈ ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ ഏകദേശം ഒരു 450 രൂപയോളം ആ ഒരു രീതിയിൽ ഫീസ് വരും. അപ്പോൾ നിങ്ങളൊരു 500 രൂപയും എടുത്തിട്ട് നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളോട് എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറയും ഇത്ര പൈസ നിങ്ങൾ അടക്കണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു പൈസ അടക്കുകയും അതിനുശേഷം പുതുതായിട്ട് കിട്ടിയ ആ ഒരു
കോഴ്സ് ഏതാണോ അത് നിങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള ഹ്യൂമാനിറ്റീസിൽ നിന്ന് ഇപ്പോൾ ബയോളജി സയൻസിലേക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ പിന്നീട് നിങ്ങളോട് സ്കൂളിൽ നിന്ന് നിങ്ങളോട് പറയും നിങ്ങൾ ഇനി ബയോളജി ക്ലാസ്സിലേക്ക് പോകണമെന്ന് നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ബയോളജി ക്ലാസ്സിലേക്ക്, അതായത് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണോ കിട്ടിയത് അതിനനുസരിച്ച് മാറാവുന്നതാണ്. അതായത് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയത്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സെയിം സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് ആയിരുന്നു കിട്ടിയത്, അപ്പോൾ ചില വിദ്യാർത്ഥികൾ നേരെ ഹ്യൂമാനിറ്റീസിലൊക്കെ കൊടുത്തിട്ടുണ്ടാകും ട്രാൻസ്ഫർ. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ഏതിലേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിലേക്ക്, ആ ഒരു കോഴ്സിലേക്ക് മാറണം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് ഇപ്പോൾ കിട്ടിയ ആ ട്രാൻസ്ഫർ കിട്ടിയ സീറ്റ് വേണ്ട, എനിക്ക് ആദ്യം കിട്ടിയ സീറ്റ് മതി. അപ്പോൾ അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റുന്നല്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിച്ചു കഴിഞ്ഞാൽ, അത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പുതിയ സീറ്റിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അതേസമയം എനിക്ക് മറ്റൊരു സ്കൂളിൽ സെയിം കോഴ്സാണ് കിട്ടിയതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു എ എന്ന സ്കൂളിൽ നിങ്ങൾ ഉദാഹരണത്തിന് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ബി എന്ന സ്കൂളും ഹ്യൂമാനിറ്റീസിലേക്കാണ് നിങ്ങൾ വെച്ചത്, അങ്ങനെ ബി എന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ആ ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇവിടുത്തെ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും ഫീസും ഒക്കെ തിരിച്ചു തരും. അപ്പോൾ അതും എടുത്തുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ സ്കൂളിലേക്ക് പോവുക. ഇനി അതേസമയം ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യം കിട്ടിയ കോഴ്സ് ആയിരിക്കില്ല പുതിയ സ്കൂളിൽ കിട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ആദ്യം ഹ്യൂമാനിറ്റീസ് ആണ് ഉണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ കൊമേഴ്സ്, അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസ് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ മറ്റ് സ്കൂളുകളിലേക്ക്, അതായത് നിങ്ങളുടെ നിലവിലെ സ്കൂളിലല്ല വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പുതിയ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത് കൊണ്ട് തന്നെ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ആവുന്നതും പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുമാണ്. അങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ തിരിച്ചു തരും. അതായത് ടി സി എന്ന് പറയുമ്പോൾ പുതിയ ടി സി നിങ്ങൾക്ക് തരും. അതായത് നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് പുതിയ ടി സി ആണ് തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ വേറെ എന്തെങ്കിലും റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ എന്നിങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കൂളിൽ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അതിൻ്റെയൊക്കെ ഒറിജിനൽ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസിൻ്റെ കാര്യം, ഫീസ് എന്ന് പറയുമ്പോൾ PTA ഫണ്ടാണ്. PTA ഫണ്ട്, PTA ഡൊണേഷന്, അങ്ങനെ ആ ഒരു PTA ഫണ്ടും PTA ഡൊണേഷനും നിങ്ങൾക്ക് തിരിച്ചു തരും. അതേസമയം അഡ്മിഷൻ ഫീസ് തിരിച്ചു തരുന്നതല്ല. അഡ്മിഷൻ ഫീസിന് പകരം നിങ്ങൾക്ക്, അതായത് നിങ്ങൾ സ്കൂളിൽ ഈ ഒരു PTA ഫണ്ടൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് സ്കൂളിൽ കൊടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ അത് തിരിച്ച് റീഫണ്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസിൻ്റേതാണെങ്കിൽ അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ പുതുതായിട്ട് അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ പോകുന്ന സമയത്ത് ആ ഒരു നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്ററും, അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു തന്നിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസും, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ആ ഒരു അഡ്മിഷൻ ഫീസ് ആദ്യത്തെ സ്കൂളിൽ അടച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ റെസിപ്റ്റും എടുത്തിട്ട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിലേക്ക് പോവുക. നിങ്ങൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിൽ നിന്ന്, അതായത് ഇങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്ന് വിചാരിക്കുക, അതായത് ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ബയോളജി സയൻസ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു നിശ്ചിത പൈസ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് ട്രാൻസ്ഫർ കിട്ടിയത് അതിനനുസരിച്ച് ഒരു 500 രൂപ വരെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ആയിട്ട് അടക്കേണ്ട പൈസ കൂടി എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിഫോം വാങ്ങിക്കാനുള്ള പൈസ കൂടി എടുക്കുക. കാരണം ഇനിയൊരു ട്രാൻസ്ഫർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ള സ്കൂളിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രമാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചു, നിങ്ങൾക്ക് ട്രാൻസ്ഫർ നിലവിലെ സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഫീസ് അടച്ചാൽ മതി. അത് എക്സ്ട്രാ ഫീസ് അടക്കാനുണ്ടെങ്കിൽ മാത്രമേ അടക്കേണ്ടതായിട്ടുള്ളൂ, എല്ലാവരും അടക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അതുപോലെ തന്നെ നിലവിലെ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ നിലവിലെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ അഡ്മിഷൻ റദ്ദാവുന്നത് കൊണ്ട് തന്നെ പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് നിലവിലെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, TC, ഫീസ് എന്നിവയൊക്കെ തിരികെ തരും. അതും എടുത്തുകൊണ്ട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് പോയിട്ട് പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടിയാൽ മതി. അതുപോലെ തന്നെ നിലവിൽ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, നിലവിലെ സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു, അതുപോലെ തന്നെ നിലവിലെ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് അപേക്ഷിച്ചു, അതുപോലെ വേറെ ജില്ലയിലേക്ക് അപേക്ഷിച്ചു, എങ്ങോട്ടേക്കും ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. അവർ നിലവിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ ഉള്ളത് അവിടെ പോയിട്ട് അഡ്മിഷൻ നേടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.